നമസ്കാരം, വെരി ഗുഡ് മോർണിംഗ്. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ന്യൂസ് ബ്രേക്സിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 8 ഞായറാഴ്ചയാണ്, കുംഭം 24. രാജ്യാന്തര വനിതാ ദിനം കൂടിയാണ്. തീർച്ചയായും എല്ലാ 24 എല്ലാ പ്രേക്ഷകർക്കും ഒപ്പം എല്ലാ പ്രിയപ്പെട്ട വനിതകൾക്കും വനിതാ ദിന ആശംസകൾ നേരുകയാണ്. ഒപ്പം പുരുഷന്മാരെ കൂടി അവരെ ജീവിതത്തിൽ സ്വാധീനിച്ച എല്ലാ വനിതകളോടും ആശംസകൾ അറിയിക്കുക, അവരെ ഓർക്കുക, അവരോട് ഒരു നല്ല വാക്ക് പറയുക ഈ ദിവസം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇറാന്റെ ആക്രമണത്തിൽ UAE-യിൽ ഒരാൾ കൊല്ലപ്പെട്ടു. അൽ ബർഷയിൽ കാർ ഓടിച്ചുകൊണ്ടിരുന്ന പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചത്. മിസൈലുകളുടെ ഭാഗം പതിച്ചാണ് അപകടമുണ്ടായത്. മുഹമ്മദ് റഹീസ് ചേരുന്നുണ്ട് ദുബൈയിൽ നിന്ന് വിവരങ്ങളുമായി. റഹീസ്, ഇന്നലെ ഇറാൻ പ്രസിഡന്റിന്റെ പ്രതികരണം വന്നതോടുകൂടി, ക്ഷമാപണ പോസ്റ്റ് പ്രതികരണം വന്നതോടുകൂടി ഗൾഫിലടക്കം വലിയ ആശ്വാസമായിരുന്നു. ഇന്നത് തിരുത്തുന്നുമുണ്ട് ഇറാന്റെ ഭരണനേതൃത്വത്തിൽ തന്നെ ഇക്കാര്യത്തിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടെന്നതും പുറത്തു വരുന്നു. ഈ അപകടം എപ്പോഴാണ് ഉണ്ടായത്? നിർവീര്യമാക്കപ്പെട്ട മിസൈലാണോ ഈ ആളുടെ ജീവൻ എടുത്തത്? ഗൂഗിൾ നിലവിൽ ഈ നിർവീര്യമാക്കപ്പെട്ട ഇത്തരത്തിൽ ഒരു മിസൈലോ ഡ്രോണോ പതിച്ച് ഈ കാറിന് മുകളിലേക്ക് പതിച്ചാണ് അപകടം ഉണ്ടായത്. തുടർന്ന് ഇദ്ദേഹം മരിച്ചത് എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ദുബായ് മറീനയുടെ സമീപത്തുള്ള കെട്ടിടങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി മിസൈലിന്റെയും അല്ലെങ്കിൽ ഡ്രോണിന്റെ ഒക്കെയും അവശിഷ്ടങ്ങൾ വീണിരുന്നു. അതിന് പിന്നാലെയൊക്കെയാണ് ഈ മരണം എന്തായാലും സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഈ മരണം അതൊരു പാകിസ്ഥാൻ സ്വദേശിയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ കാറിൽ സഞ്ചരിക്കുകയായിരുന്നു ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അൽബർഷ ഏരിയയിലൂടെ ഇദ്ദേഹം കാറിൽ സഞ്ചരിക്കുമ്പോൾ ഈ നിർവീര്യമാക്കപ്പെട്ട മിസൈലിന്റെയോ ഡ്രോണിന്റെ അവശിഷ്ടങ്ങൾ ഈ കാറിൽ പതിച്ച് ആണ് ഇയാൾ കൊല്ലപ്പെട്ടത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും UAE സംബന്ധിച്ചിടത്തോളം ഇത് നാലാമത്തെ, ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇത് നാലാമത്തെ സ്ഥിരീകരിച്ച മരണമാണ്. പ്രത്യേകിച്ച് UAE സംബന്ധിച്ചിടത്തോളം നാലാമത്തെ മരണമാണ് എന്ന് പറയേണ്ടി വരും. അത് വളരെ ഇന്നലെ ഒരു സാധാരണഗതിയിൽ റോഡിലൂടെ ഇത്തരത്തിൽ സഞ്ചരിക്കുന്ന ഒരാൾക്ക് നേരെ ആക്രമണം ഉണ്ടാവുകയും ആദ്യമായിട്ടാണ് അത്തരത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്തത്. ആദ്യം ഇയാൾ ഏഷ്യൻ സ്വദേശിയാണ് എന്നുള്ള വിവരം വന്നു. പിന്നീട് അദ്ദേഹം പാകിസ്ഥാൻ സ്വദേശിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വരികയായിരുന്നു. ഒപ്പം തന്നെ ഈ ആക്രമണം അവസാനിപ്പിക്കും എന്നുള്ള ഇറാന്റെ ആ ഒരു ഉറപ്പ്, അതിന് സത്യത്തിൽ മണിക്കൂറുകളുടെ ആയുസ് പോലും ഇല്ലായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇറാൻ ആക്രമണം തുടർന്നിരുന്നു. അത് ബഹ്റൈനിലും ഒപ്പം തന്നെ UAE-യിലും അടക്കം ഇന്നലെ രാത്രി അത്തരത്തിലാണ് ആക്രമണം ഉണ്ടായത്. ഈ ആക്രമണം തുടരും എന്ന് ഇറാൻ അതിന് പിന്നാലെ തന്നെ അറിയിച്ചിരുന്നു. അബ്ബാസ് അഗാർച്ചിയുടെ ഒക്കെയും ഒരു പ്രതികരണം വന്നിരുന്നു. ഇറാന്റെ ഒരു സൗഹൃദ സന്ദേശത്തെ ട്രംപ് കൊന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇറാനെ ആക്രമിക്കാൻ അയൽ രാജ്യങ്ങളെ ഉപയോഗിക്കരുതെന്ന ഇറാന്റെ ആവശ്യം ഉണ്ടായിരുന്നു. അത് ട്രംപ് ലംഘിച്ചു എന്നുകൂടിയാണ് ഇറാൻ പറഞ്ഞു വെക്കുന്നത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെ മറ്റ് ചില ആക്രമണ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ബഹ്റൈനിൽ നിന്നാണ്. ബഹ്റൈനിലെ മനാമയിൽ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഒരു വീടിനും വിവിധ കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. ആളപായമില്ല എന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ മിനാ സൽമാൻ പ്രദേശത്തും ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഏതാണ്ട് 1 മണിക്കൂർ മുൻപ് മാത്രം ബഹ്റൈനിൽ നിന്ന് വന്നത്. ഇന്നലെ ഒരു അർദ്ധരാത്രി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു അർദ്ധരാത്രിയോട് അടുത്ത് ഇവിടെ ഈ ബഹ്റൈനിൽ സൈറനൊക്കെ മുഴങ്ങിയിരുന്നു. അതിനുശേഷം ഉണ്ടായ ആക്രമണത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു മിനാ പ്രദേശത്തും ഒപ്പം തന്നെ ഈ മിനാ സൽമാൻ പ്രദേശത്തും ഒപ്പം മനാമയിലും ആക്രമണം ഉണ്ടാവുകയും അത് ഈ മനാമയിലുണ്ടായ ആക്രമണത്തിൽ എന്തായാലും ആളുകൾ താമസിക്കുന്ന വീടിനാണ് കേടുപാടുകൾ പറ്റിയത് എന്നുള്ള കാര്യം കൂടി ഉറപ്പാണ്. തൊട്ടടുത്ത് മറ്റു ചില കെട്ടിടങ്ങൾക്കും ഇത്തരത്തിൽ കേടുപാടുകൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നുണ്ട്. പക്ഷെ അത് വലിയ ഒരു ആക്രമണമായിരുന്നില്ല, അല്ലെങ്കിൽ ഈ ആക്രമണത്തിൽ ഉണ്ടായ കേടുപാടുകൾ വലുതല്ല എന്നുള്ള വിവരം കൂടിയാണ് അവിടെ നിന്നും പുറത്തു വരുന്നത്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയോടുകൂടി തന്നെ വീണ്ടും ആക്രമണം വലിയ തോതിൽ ശക്തമാക്കാൻ ഈ ബഹ്റൈനൊക്കെ കേന്ദ്രീകരിച്ച് ഇറാന് സാധിച്ചിട്ടുണ്ട്. അത് വലിയ ആശങ്ക ഉയർത്തുന്ന കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ബഹ്റൈനിലും കുവൈറ്റിലും ഒക്കെയാണ് വലിയ തോതിൽ ആക്രമണം ഉണ്ടാവുകയും അത് പലതരത്തിൽ നിയന്ത്രണങ്ങളൊക്കെ കൊണ്ടുവരുന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയതുമൊക്കെ അതാണ്. അപ്പോൾ എന്തായാലും ഈ കുവൈറ്റിലൊക്കെയും അടക്കം ഇത്തരത്തിൽ വലിയ ആക്രമണം ഉണ്ടാകുന്നു. ഇപ്പോൾ 20 മിനിറ്റ് മുൻപ് മാത്രം കുവൈറ്റിൽ നിന്ന് വന്ന ഒരു പ്രധാനപ്പെട്ട
അപ്ഡേറ്റ് അതാണ്. ഈ വലിയ ആക്രമണം നടക്കുന്നുണ്ട്, ആക്രമണത്തെ പ്രതിരോധിക്കുകയാണ് എന്നുള്ള വിവരം അത് കുവൈറ്റിൽ നിന്നുകൂടിയൊക്കെയും വരികയാണ്. അപ്പോൾ അങ്ങനെ ഇന്നലെ നൽകിയ ഉറപ്പിന് വലിയ ആയുസ്സൊന്നും ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു തരത്തിലും ഇറാൻ അത് പാലിക്കുന്നില്ല എന്നുള്ള വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. രാത്രി തുടർച്ചയായ ആക്രമണങ്ങൾ കുവൈറ്റിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സ്ഥിരീകരിച്ച വിവരങ്ങൾ തന്നെ പുറത്തു വരികയാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള ഈ എണ്ണ ടാങ്കുകളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം കുവൈറ്റ് സ്ഥിരീകരിച്ചു പറയുന്നു. കുവൈറ്റ് ആംഡ് ഫോഴ്സ് ആണ് അത്തരത്തിൽ ഒരു വിവരം പുറത്തുവിടുന്നത്. അത് തങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചറിന് നേരെയുള്ള ആക്രമണമാണ്, അത് നീതീകരിക്കാൻ കഴിയില്ല എന്നുകൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് 1 മണിക്കൂർ മുൻപ് മാത്രം വന്ന ഒരു വിശദീകരണമാണിത്. ആ നിലയ്ക്ക് ഇന്നലെ തുടർച്ചയായ ആക്രമണങ്ങൾ ഇറാൻ നടത്തിയിരുന്നു എന്ന് പറയണം. ബഹ്റൈനിൽ നിന്നും ഒപ്പം തന്നെ കുവൈറ്റിൽ നിന്നും UAE-യിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആ നിലയ്ക്ക് ആക്രമണം വ്യാപിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കുന്നു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും. എന്തായാലും ഖത്തറിലും ഇന്നലെ രാത്രി ഇത്തരത്തിൽ ഒരു സന്ദേശമൊക്കെ നൽകിയിരുന്നു, അപായ സൂചനയൊക്കെയും നൽകിയിരുന്നു. പക്ഷെ അവിടെ നിന്നും ഈ നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലെ ആക്രമണം രാജ്യത്ത് എന്തെങ്കിലും നാശം വിതച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാക്കി, കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടായി, അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പുറത്തു വരുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഈ പ്രദേശങ്ങളിലെല്ലാം സൗദിയിലും ഇത്തരത്തിൽ ആക്രമണം ഉണ്ടായതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ ഉടനീളം ഈ ഇറാൻ ഇന്നലെ രാത്രിയും വലിയ തോതിലുള്ള ആക്രമണം നടത്തി എന്ന് പറയാം. അതിലൊരാൾക്ക് റോഡിലൂടെ പോയ ഒരാൾക്ക് ജീവൻ നഷ്ടമായി എന്നുള്ള കാറിൽ സഞ്ചരിക്കവേ അദ്ദേഹത്തിന്റെ കാറിലേക്ക് ഇത്തരത്തിൽ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് ആക്രമണമുണ്ടായി. ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതാണ് ഇന്ന് ഏറ്റവും പ്രധാന കാഷ്വാലിറ്റി ആയിട്ടുള്ളത്. എന്തായാലും ഇന്നലെ UAE പ്രസിഡന്റ് ഒരു പ്രസ്താവനയൊക്കെയും വന്നിരുന്നു. ആക്രമിച്ചാൽ അതിനെ വെറുതെ അങ്ങ് കീഴടങ്ങി പോകുന്ന ഒരു രാജ്യമല്ല UAE എന്നുള്ളത് ശത്രുക്കൾ മനസ്സിലാക്കണമെന്നൊക്കെ അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയും ഒക്കെ ചെയ്തതാണ്. അതിന് പിന്നാലെ UAE കേന്ദ്രീകരിച്ചും ഒപ്പം തന്നെ ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ കേന്ദ്രീകരിച്ചും ആക്രമണം ഉണ്ടാകുന്നു. അയവുണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ അത് ഈ ഘട്ടത്തിലും വേണ്ട എന്നുള്ളതാണ് ഈ ഒരു തന്നെയാണ്. ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ക്ഷമാപണം ഈ അയൽ രാജ്യങ്ങളായ അറബ് രാഷ്ട്രങ്ങളെ ആക്രമിച്ചതിൽ വന്നപ്പോൾ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഏതാണ്ട് കാര്യങ്ങളൊന്ന് കെട്ടടങ്ങുന്നു, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകൾക്കെങ്കിലും പ്രവാസികൾക്കെങ്കിലും ഒക്കെ ഒരു ആശ്വാസം തോന്നിയാണ്. പക്ഷേ US-ന്റെ പ്രതികരണം തൊട്ടു പിന്നാലെ വന്നു. ഇറാന്റെ കീഴടങ്ങലെന്നതായിരുന്നു ആ പരിഹസിച്ചുള്ള പ്രതികരണം. അതാണോ ഈ നിലപാട് മാറ്റത്തിന് പിന്നീടുള്ള കടുത്ത ആക്രമണങ്ങളിലേക്കും വീണ്ടും ഇറാനെ നയിച്ചത് എന്നറിയില്ല. ഏതായാലും ഇന്നലെ രാത്രിയിലും ഇപ്പോഴും ആക്രമണം തുടരുന്നു ഇറാൻ ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് നേരെ. മധ്യപൂർവേഷ്യ 9ാം നാളും സംഘർഷഭരിതമായി തുടരുകയാണ്. അയൽ രാജ്യങ്ങളെ ആക്രമിക്കില്ലെന്ന ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ പ്രസ്താവന തള്ളി ഇറാൻ ചീഫ് ജസ്റ്റിസും IRGC-യും. ഇറാനെ ആക്രമിക്കാൻ പ്രദേശത്ത് താവളമൊരുക്കിയ രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ചീഫ് ജസ്റ്റിസ് മുഹ്സെനി ഇസൈ വ്യക്തമാക്കി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ്. അയൽ രാജ്യങ്ങളെ ആക്രമിച്ച നടപടിയിൽ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം മാപ്പ് പറഞ്ഞിരുന്നു. എന്നാൽ സമൂഹമാധ്യമ പോസ്റ്റിൽ വീഡിയോ അഭിസംബോധനയിലോ മാപ്പപേക്ഷ പെസഷ്കിയാന്റെ ഓഫീസ് തിരുത്തി. അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്ന് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. അതിനിടെ ടെഹ്റാനിലെ എണ്ണ സംഭരണ കേന്ദ്രം ഇസ്രയേൽ ആക്രമിച്ചു. IRGC-യുടെ നിയന്ത്രണത്തിലുള്ള കേന്ദ്രമാണ് ആക്രമിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ബ്രിട്ടൻ മധ്യപൂർവേഷ്യയിലേക്ക് 2 വിമാനവാഹിനി കപ്പലുകൾ അയക്കുന്നതിനെക്കുറിച്ച് ഒടുവിൽ ചിന്തിച്ചു തുടങ്ങിയെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. യുദ്ധം വിജയിച്ചതിന് ശേഷം യുദ്ധങ്ങളിൽ വന്നുചേരുന്ന ആളുകളെ തങ്ങൾക്ക് ആവശ്യമില്ലെന്നും ട്രൂത്ത് സോഷ്യലിൽ ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം. ഇനി സൗദിയിലേക്ക് വന്നാൽ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ ഡ്രോൺ ആക്രമണ ശ്രമം. 15 ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിന് മുൻപ് തകർത്തെന്ന് സൗദി അറിയിച്ചു. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് ചേരുന്നത്. ജലീല്, സൗദിയിലും അത്ര ആശാവഹം അല്ലെങ്കിൽ ആശ്വാസകരമായ സാഹചര്യങ്ങളോ വാർത്തയല്ല വരുന്നത്. ഈ ആക്രമണങ്ങൾ ഏതൊക്കെ ഇടങ്ങളിലാണ്? എന്തെങ്കിലും നാശനഷ്ടമുണ്ടോ? ഗോകുൽ കൃഷ്ണ, സൗദിക്ക് നേരെയും തുടർച്ചയായി ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്നലെ രാത്രിയും 15 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് സൗദിക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇറാന്റെ ഭാഗത്തു നിന്ന്. അത് ഏറ്റവും പ്രധാനമായും റിയാദിന് നേരെയാണ് കൂടുതൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ആക്രമണ ശ്രമം ഉണ്ടായി. എല്ലാ ഡ്രോണുകളും
സൗദി പ്രതിരോധ സേന ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തകർത്തു എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. നമുക്കറിയാം, ഇറാൻ പ്രസിഡന്റ് അയൽരാജ്യങ്ങളോട് മാപ്പ് ചോദിക്കുകയും അതോടൊപ്പം തന്നെ ഇനി ആക്രമണം ഉണ്ടായില്ലെന്ന് പറയുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ആക്രമണങ്ങളൊക്കെ എന്നതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം. ഇറാനിൽ ഇക്കാര്യത്തിൽ ഭിന്നത ഉണ്ട് എന്ന് വളരെ വ്യക്തമാണ്. ഇറാൻ ജുഡീഷ്യറി തലവൻ മൊഹ്സെനി ഇതിനെതിരെ ഇറാൻ പ്രസിഡന്റിനെതിരെ രംഗത്ത് വന്നു. അതിനുശേഷമാണ് ഈ ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സൗദിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടായ ഒരു ദിവസമായിരുന്നു ഇന്നലെ. മിനിയാന്ന് രാത്രിയും ഇന്നലെ പകലുമായിട്ട്, അതായത് റുബൽ ഖാലി മരുഭൂമിയിലെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ തുടർച്ചയായ ആക്രമണം ഉണ്ടായി എന്നതാണ് കഴിഞ്ഞ ദിവസത്തിന്റെ ഒരു പ്രത്യേകത. സൗദിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായാണ് ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. സൗദി അരാംകോയുടെ കീഴിലുള്ള ഒരു എണ്ണപ്പാടമാണ് ഷൈബ എണ്ണപ്പാടം. 21 ഡ്രോണുകൾ ഉപയോഗിച്ചാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത്. എല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. ഇതിനു പുറമെ അൽഖർജിലെ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെയും പലതവണ ആക്രമണം ഉണ്ടായി. ഇപ്പൊ ഇറാൻ പ്രസിഡന്റിന്റെ ഈ പ്രഖ്യാപനത്തിന് ശേഷം പോലും അൽഖർജിലെ ഈ പ്രിൻസ് സുൽത്താൻ എയർബേസിന് നേരെ ഒരു തവണ ആക്രമണം ഉണ്ടായി. നമുക്കറിയാം, പ്രിൻസ് സുൽത്താൻ എയർബേസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ സൈനിക താവളം സ്ഥിതി ചെയ്യുന്ന സൗദിയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താവളമാണ്. സൗദി അരാംകോ അതേസമയം തങ്ങളുടെ എണ്ണക്കപ്പലുകൾ യാംബു തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടു എന്ന ഒരു പുതിയ റിപ്പോർട്ടും ഉണ്ട്. നിലവിലുള്ള സാഹചര്യം പരിഗണിച്ച് താൽക്കാലികമായാണ് ഈ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഹോർമുസ് പാതയ്ക്ക് ബദലായി യാംബു തുറമുഖം ഉപയോഗിക്കുക എന്നതാണ് സൗദിയുടെ ഒരു പുതിയ നീക്കം. കിഴക്കൻ ഭാഗത്തു നിന്നും എണ്ണ പൈപ്പ് ലൈൻ വഴി യാംബു തുറമുഖത്തേക്ക് എത്തിച്ച് ചെങ്കടൽ വഴി എണ്ണ അന്താരാഷ്ട്ര വിപണിയിൽ എത്തിക്കുക, സജീവമായി എത്തിക്കുക എന്നതാണ് സൗദിയുടെ ഒരു നീക്കം. അതിന് പുറമായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു നീക്കം സൗദി പ്രതിരോധ മന്ത്രിയും ജോർദാൻ പ്രധാനമന്ത്രിയും തമ്മിൽ ഈ നിലവിലുള്ള സാഹചര്യം സംസാരിച്ചു. ഇറാന്റെ ആക്രമണങ്ങളെ കുറിച്ച് നേതാക്കളും സംസാരിക്കുകയും ശക്തമായി അപലപിക്കുകയും ചെയ്തു. അതിന് പുറമെ സൗദി പ്രതിരോധ മന്ത്രി പാകിസ്ഥാൻ സൈനിക മേധാവിയുമായും സംസാരിച്ചു. നമുക്കറിയാം, പാകിസ്ഥാനുമായി സൗദിക്ക് ഒരു പ്രതിരോധ കരാർ ഉണ്ട്. സൗദിക്ക് നേരെയുള്ള ആക്രമണം അത് പാകിസ്ഥാന് നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. സൗദിക്ക് ആവശ്യമെങ്കിൽ ആണവ സംവിധാനമൊക്കെ ലഭ്യമാക്കും എന്നൊക്കെ ഈ കരാറിൽ പറയുന്നുണ്ട്. ഏതായാലും അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ഈ ഇറാന്റെ ലക്ഷ്യം, സാമ്പത്തികമായി സൗദിയെ തകർക്കുക കൂടി ലക്ഷ്യമാണ് എന്ന് വളരെ വ്യക്തമാണ്. ഉദാഹരണമാണ് ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെയുള്ള ആക്രമണവും അതോടൊപ്പം തന്നെ റാസ്റ്റൻബുറിയിലെ അറാംകോ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുള്ള ആക്രമണമൊക്കെ അതിനൊരു ഉദാഹരണമാണ്. സൗദിക്ക് നേരെ തുടർച്ചയായ ആക്രമണമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. മധ്യമേഖലയിലും കിഴക്കൻ മേഖലയിലും അതോടൊപ്പം തന്നെ വടക്കൻ മേഖലയിലുമാണ് കൂടുതൽ ആക്രമണവും റിപ്പോർട്ട് ചെയ്തത്. ഈ ആക്രമണങ്ങൾ ഭൂരിഭാഗവും ലക്ഷ്യം കണ്ടില്ല എന്നതാണ് സൗദി പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. റിയാദ്, അൽഖർജ്, അൽജൂഫ്, അതോടൊപ്പം തന്നെ അറാംകോ പ്ലാന്റ്, ഷൈബ എണ്ണപ്പാടം, അമേരിക്കൻ എംബസി തുടങ്ങിയ ഒക്കെ നേരെയാണ് ആക്രമണങ്ങൾ കൂടുതൽ ഉണ്ടായത്. പടിഞ്ഞാറ് മേഖലയ്ക്ക് നേരെ, പ്രത്യേകിച്ച് പുണ്യഭൂമിയായ മക്ക, മദീന, അതിന് പുറമെ ജിദ്ദ, തായിഫ് തുടങ്ങിയ നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന പടിഞ്ഞാറ് മേഖലയ്ക്ക് നേരെ ഇതുവരെ ആക്രമണങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഗോകുൽ കൃഷ്ണ. ജലീൽ കണ്ണമംഗലമാണ് ജിദ്ദയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യയുടെ കൈവശം ആവശ്യത്തിന് LNG ശേഖരമുണ്ട്. അതിനിടെ രാജ്യത്തെ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കുമെന്ന മുന്നറിയിപ്പ് ധനമന്ത്രാലയം നൽകുന്നുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, വെരി ഗുഡ് മോർണിംഗ്. ഏത് സംഘർഷവും ഏത് യുദ്ധവും അത് സാധാരണക്കാരന്റെ കീശ കീറും, സാധാരണക്കാരൻ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ആ മട്ടിലൊരു മുന്നറിയിപ്പ് ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ പാചകവാതക വിലയിൽ വർധനയുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് നിലവിൽ ആവശ്യത്തിന് LNG ശേഖരമുണ്ട്. ഇന്ധനവില ഉടനെ ഉയർത്തില്ല എന്ന് പറയുമ്പോഴും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അത് ഉണ്ടായേക്കുമെന്ന സൂചനകൾ കൂടി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഗോകുൽ കൃഷ്ണ, കാരണം ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ഈ രാജ്യത്തെ പെട്രോൾ, ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന ഒരു കാര്യമാണ്. നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പെട്രോളിയം മന്ത്രാലയം ഇടയ്ക്കിടെ വിശദീകരണങ്ങൾ നൽകിയതാണ്. നിലവിൽ അത്തരത്തിൽ വില വർദ്ധിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരു പ്രതിസന്ധിയോ നിലവിൽ രാജ്യത്ത് നേരിടുന്നില്ല എന്നതായിരുന്നു പെട്രോളിയം മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട അറിയിച്ചിരുന്ന കാര്യം. ഇന്ത്യയുടെ കൈവശം ആവശ്യത്തിന് LNG ശേഖരമുണ്ട്
എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. നിരവധി രാജ്യങ്ങൾക്ക് ഇന്ത്യക്ക് LNG വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. എന്തായാലും വില വർദ്ധിപ്പിക്കില്ലെന്ന ഉറപ്പ് പെട്രോളിന്റെയും ഡീസലിന്റെയും കാര്യത്തിലാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ വ്യക്തമാണ്. നേരത്തെ തന്നെ ഈ എണ്ണ ശുദ്ധീകരണ ശാലകൾക്ക് പെട്രോളിയം മന്ത്രാലയം ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. അതായത് പരമാവധി LNG ഉത്പാദനം നടത്തി അത് പൊതുമേഖലാ കമ്പനികൾക്ക് മാത്രമേ കൈമാറാവൂ, പൊതുമേഖലാ കമ്പനികൾ ആഭ്യന്തര ഉപഭോക്താക്കൾക്ക് മാത്രമേ അത് വിൽക്കാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ തന്നെ നൽകിയതുമാണ്. എന്തായാലും അത്തരം സാഹചര്യങ്ങളിൽ നിലവിൽ പ്രതിസന്ധികൾ നേരിടുന്നില്ല എന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. മറ്റൊന്ന്, രാജ്യത്തെ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കുമെന്ന ചില സൂചനകൾ കൂടി ധനമന്ത്രാലയം നൽകിയിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ഇറക്കുമതി, അതായത് വാണിജ്യ വ്യാപാരം, ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള പലതരത്തിലുള്ള ഈ ചരക്ക് നീക്കമടക്കം പ്രതികൂലമായി ബാധിച്ച സാഹചര്യങ്ങളുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഇറക്കുമതി പണപ്പെരുപ്പം വർദ്ധിച്ചേക്കും എന്നൊരു മുന്നറിയിപ്പ് കൂടി ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും തൽക്കാലം പെട്രോൾ ഡീസൽ വില വർദ്ധിപ്പിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിന്റെ പ്രതികരണം ആശ്വാസകരമാണ്. ഇന്നലെ ഗ്യാസ് വില, LPG വില വർദ്ധിപ്പിച്ചതോടുകൂടി പൊതുവിൽ ജനങ്ങൾക്കൊരാശങ്കയുണ്ട്. ഇനി എന്തൊക്കെയാണ് വില കൂടാൻ പോകുന്നത്, അതിന് ആനുപാതികമായി തന്നെ മറ്റു കാര്യങ്ങളിലൊക്കെ വില കയറുമല്ലോ എന്ന ആശങ്ക നമ്മുടെ അടുക്കളയിലേക്കും എത്തിയതാണ് യുദ്ധത്തിന്റെ ആഘാതം ഇന്നലെ ഈ LPG വിലയിൽ. CPI സ്ഥാനാർത്ഥികളെ ഇന്നറിയാം. സ്ഥാനാർത്ഥി നിർണയത്തിനായി CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗങ്ങൾ ഇന്ന് ചേരും. മണ്ഡലം കമ്മിറ്റികളും ജില്ലാ കൗൺസിലുകളും ശുപാർശ ചെയ്ത പേരുകൾ ചർച്ച ചെയ്ത് സംസ്ഥാന എക്സിക്യൂട്ടീവ് ധാരണയിലെത്തും. സംസ്ഥാന കൗൺസിലിലായിരിക്കും അന്തിമ തീരുമാനം. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ സ്ഥാനാർത്ഥിയാകും. നാദാപുരത്ത് P. വസന്തം, P. ഗവാസ് എന്നിവരാണ് പട്ടികയിൽ. മൂവാറ്റുപുഴയിൽ N. അരുൺ മത്സരിക്കും. തൃശൂരിൽ പല പേരുകളുണ്ടെങ്കിലും സംസ്ഥാന നേതൃത്വമാകും തീരുമാനമെടുക്കുക. മണ്ണാർക്കാട് പൊതു സ്വതന്ത്രനെയാണ് പരിഗണിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് UDF കോൺഗ്രസ് ക്യാമ്പുകൾക്ക് ഊർജ്ജം പകരുന്നതായിരുന്നു പുതിയുഗ യാത്രയുടെ സമാപന വേദിയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനങ്ങളും പ്രസംഗവും. വനിതകൾ, യുവജനങ്ങൾ, മുതിർന്ന പൗരന്മാർ എന്നിവരെ ലക്ഷ്യം വെച്ച് കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കളം അറിഞ്ഞുള്ള പ്രഖ്യാപനമാണ് രാഹുൽ ഗാന്ധി നടത്തിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ജനകീയ പ്രഖ്യാപനം നടത്തിയ സർക്കാർ മോഡലിലുള്ള ബദലായും വിശേഷിപ്പിക്കുന്നവരുണ്ട്. രാഷ്ട്രീയ പ്രസംഗത്തിലൂടെ CJP ആരോപണവും രാഹുൽ ഗാന്ധി സജീവമാക്കി. is a free bus travel for all women in KSRTC buses. Up to 5 lakh interest-free loans for youngsters who want to start their businesses. Dedicated ministry for senior citizens' welfare. സമാപന വേദിയിൽ രാഹുൽ ഗാന്ധിയുടെ കർണാടക തെലങ്കാന മോഡൽ പ്രഖ്യാപനം പ്രതീക്ഷിച്ചതാണ്. വനിതകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ, ക്ഷേമ പെൻഷനിൽ സ്വപ്നവർദ്ധന, ആരോഗ്യ സുരക്ഷാ പദ്ധതിയും യുവജനങ്ങൾക്ക് പലിശരഹിത വായ്പയും, വയോജനങ്ങളെ ചേർത്തു നിർത്തുന്ന പുതിയ മോഡൽ, വിവിധ വിഭാഗങ്ങളെ തെരഞ്ഞെടുപ്പിൽ ആകർഷിക്കാനുള്ള വമ്പൻ പ്രഖ്യാപനങ്ങൾ. രാഹുൽ ഗാന്ധി പറയുമ്പോൾ കോൺഗ്രസ് ദേശീയ നേതൃത്വം നേരിട്ട് നൽകുന്ന ഉറപ്പെന്ന ആത്മവിശ്വാസവും മുന്നോട്ട് വയ്ക്കുന്നു. പുതുയുഗ യാത്രയുടെ റിപ്പോർട്ടായി മണ്ഡലങ്ങളിൽ ഇക്കാര്യം തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് മുൻപേ അവതരിപ്പിക്കും. ഭരണമാറ്റമെന്ന അനിവാര്യത ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിൽ കൂടിയാണ് രാഹുലിന്റെ 5 പ്രഖ്യാപനങ്ങൾ. കഴിഞ്ഞില്ല. രാഷ്ട്രീയ വിമർശനത്തിലും പുത്തരിക്കണ്ടത്തെ വേദിയിൽ രാഹുൽ മയം കാണിച്ചില്ല. ഇന്ത്യ സഖ്യം ചർച്ചയായപ്പോഴത്തെ തലോടൽ വിമർശനമല്ല, CPIM BJP കൂട്ടുകെട്ടെന്ന പതിവ് വിമർശനത്തിൽ ഒതുക്കാതെ പിണറായിയെ നിയന്ത്രിക്കുന്നത് നരേന്ദ്രമോദിയാണെന്ന കടന്നാക്രമണം. തന്റെ കേസുകൾ എണ്ണി പിണറായി വിജയനെ ED തൊടാത്തതിൽ രാഷ്ട്രീയ കാരണങ്ങളുണ്ടെന്നും പ്രഹരം. Mr. Modi is controlled by President Trump. And the exact same way that Mr. Trump controls Mr. Modi controls the Chief Minister of Kerala. In Kerala, it is not the CPM and the BJP. It is the CJP. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രസംഗത്തിന് സ്വാഭാവികമായും CPIM മറുപടി പറയും. വയനാട് പുനരധിവാസവും പ്രിയങ്ക ഗാന്ധിയും പതിവിലും ശക്തിയായി ഉയർത്തും. രാഹുലിന്റെ പ്രഖ്യാപനത്തിന്റെ മറുപടിയായി ചർച്ചയാവുക 2 പിണറായി സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടുകളാകും. പക്ഷേ ഒന്നുറപ്പ്, പുത്തരിക്കണ്ടത്ത് ഇന്നലെ കണ്ട UDF വേദി UDF കോൺഗ്രസ് നേതൃത്വത്തിനും പ്രവർത്തകർക്കും രാഷ്ട്രീയ ആത്മവിശ്വാസമാണ്. പക്ഷേ UDFിലെ തമ്മിലടിയെക്കുറിച്ചും
രാഹുൽ പരാമർശിച്ചിരുന്നു. ചില നൃത്തങ്ങൾ വ്യക്തിഗത നൃത്തങ്ങളാണെന്നും സംഘനൃത്തം ഗുണം ചെയ്യുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ് വേദിയിലുണ്ടായത്. കലഹങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കിയാൽ തിരഞ്ഞെടുപ്പ് UDF-ന് അനായാസമാകും. 24 തിരുവനന്തപുരം. ഈ ദിവസത്തിന്റെ പ്രത്യേകത നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചതാണ്. ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. രാജ്യാന്തര വനിതാ ദിനം ലോകമെമ്പാടുമുള്ള സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ നേട്ടങ്ങളെ ആദരിക്കുകയും സ്ത്രീകൾക്ക് തുല്യനീതിയും അവകാശങ്ങളും അവസരങ്ങളും ഉറപ്പുവരുത്തുകയുമാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. വിദ്യാഭ്യാസം, തൊഴിൽ, ഭരണ നേതൃത്വം തുടങ്ങിയ മേഖലകളിൽ ഇന്നും നിരവധി പ്രതിസന്ധികളാണ് സ്ത്രീകൾ നേരിടുന്നത്. ലിംഗവിവേചനം, വേതനത്തിലെ അസമത്വങ്ങൾ, പരമ്പരാഗത സാമൂഹിക വ്യവസ്ഥിതി തുടങ്ങി വ്യത്യസ്ത ഘടകങ്ങൾ ഇന്നും സ്ത്രീകളുടെ പുരോഗതിക്ക് തടസ്സമായി തുടരുന്നു. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങളും തുല്യനീതിയും ഉറപ്പുവരുത്തുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ലോകം മുഴുവനുമുള്ള സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളും ചൂഷണങ്ങളും തുറന്നുകാട്ടുകയും അതിജീവന പോരാട്ടത്തിൽ വിജയം കൈവരിച്ചവരെ ആദരിക്കുകയും ചെയ്യുന്ന ദിനം കൂടിയാണ് അന്താരാഷ്ട്ര വനിതാ ദിനം. തൊഴിൽ സമയം കുറയ്ക്കുക, വേതന വർധന, വോട്ടവകാശം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ന്യൂയോർക്കിന്റെ നഗരഹൃദയത്തിലൂടെ വസ്ത്രനിർമ്മാണശാലയിലെ 15,000-ലധികം സ്ത്രീ തൊഴിലാളികൾ 1908 സംഘടിപ്പിച്ച പ്രതിഷേധ പ്രകടനമാണ് പിന്നീട് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് വഴിയൊരുക്കിയത്. ലിംഗപരമായ വിവേചനത്തിൽ നിന്ന് സ്ത്രീകളെ മോചിപ്പിക്കുന്നതിന്റെ ആവശ്യകതയാണ് ഈ ദിനം അടിവരയിടുന്നത്. ഇറാനിലെ മിനാബിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ നിരപരാധികളായ പ്രൈമറി സ്കൂൾ വിദ്യാർത്ഥിനികൾ അതിദാരുണമായി കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ലോകം ഒരു വനിതാ ദിനം കൂടി ആചരിക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. രാജ്യാന്തര വനിതാ ദിനത്തിന്റെ ഭാഗമായി 24ഉം ഫ്ലവേഴ്സും സംയുക്തമായി ഒരുക്കിയ KP നമ്പൂതിരീസ് പിങ്ക് മിഡ് നൈറ്റ് റൺ വൻ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരിക്കുന്നു. കൊച്ചി ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ 2000-ലധികം വനിതകളാണ് പങ്കെടുത്തത്. KP നമ്പൂതിരീസ്, ജോയ് ആലുക്കാസ്, കേരള ടൂറിസം എന്നിവരായിരുന്നു മുഖ്യ സ്പോൺസേഴ്സ്. ദേശീയ വനിതാ ദിനത്തിൽ വീണ്ടും കരുത്തു തെളിയിച്ച പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ 2000-ഓളം വനിതകൾ. പിങ്ക് മിഡ് നൈറ്റ് റണ്ണിന്റെ 4ാം എഡിഷനാണ് കൊച്ചി ദർബാർ ഹാൾ സാക്ഷ്യം വഹിച്ചത്. എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്ത്രീകളുടെ കൂട്ടായുള്ള മുന്നേറ്റത്തിൽ വലിയ സന്തോഷമെന്നും G. പ്രിയങ്ക. ഈ ഒരു ഹെൽത്ത് കോൺഷ്യസ്നെസ് ഈ ഒരു ദിവസം മാത്രമല്ല, നെക്സ്റ്റ് 365 ഡേയ്സിലും ഉണ്ടാവട്ടെ. അന്താരാഷ്ട്രീയ വനിതാ ദിവസത്തിന്റെ ആശംസകൾ പറഞ്ഞിട്ട് ഈ ഒരു പരിപാടി എല്ലാവരുടെ ഒരു സമ്മതത്തോടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. വനിതകൾ എന്നും സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടവരാണെന്ന് 24 ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ. നമ്മുടെ ഈ നടപ്പ് ഒരു ചെറിയ നടപ്പല്ല, നമ്മുടെ ഓട്ടം ചെറിയൊരു ഓട്ടമല്ല. ലോകത്ത് സ്ത്രീയെ ഒന്നിലും മാറ്റി നിർത്താൻ കഴിയില്ല. പുരുഷനും സ്ത്രീയും ഒന്നിച്ച് സഞ്ചരിക്കേണ്ട, ഒരേ തുല്യതയിൽ സഞ്ചരിക്കേണ്ട കാലമായി. 2 വിഭാഗങ്ങളിലായിരുന്നു റൺ സംഘടിപ്പിച്ചത്. 15 മുതൽ 30 വയസ്സ് വരെയുള്ളവർ, 30 വയസ്സിന് മുകളിലേക്കുള്ളവർ. ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് തിരികെ ദർബാർ ഹാൾ ഗ്രൗണ്ടിലേക്ക് എത്തുന്ന രീതിയിൽ 5 കിലോമീറ്റർ ദൂരത്തിലായിരുന്നു പിങ്ക് മിഡ് നൈറ്റ് റൺ. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ കാളിരാജ് മഹേഷ് കുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു. KP നമ്പൂതിരീസ് MD K. ഭാവദാസൻ, സിനിമാ താരങ്ങളായ ഐശ്വര്യലക്ഷ്മി, അതിഥി രവി എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു. പരിപാടിയോടനുബന്ധിച്ച് അമൃത സുരേഷും സംഘവും ഒരുക്കിയ സംഗീത നിശ്ചയം അരങ്ങേറി. 2 വിഭാഗങ്ങളിലായി ആവേശകരമായ മത്സരമാണ് പിങ്ക് മിഡ് നൈറ്റ് റണ്ണിൽ നടന്നത്. 15 മുതൽ 30 വരെയുള്ള കാറ്റഗറിയിൽ റീബ അന്ന ജോർജ് 1ാം സ്ഥാനം നേടി. 30 വയസ്സ് മുതലുള്ള വിഭാഗത്തിൽ ആശ TP ആണ് 1ാം സ്ഥാനത്തെത്തിയത്. ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച ഓട്ടത്തിൽ 5 കിലോമീറ്റർ ദൂരം 2000-ഓളം വനിതകൾ ആവേശകരമായി പൂർത്തിയാക്കി. 15 മുതൽ 30 വരെയുള്ള വിഭാഗത്തിൽ റീബ അന്ന ജോർജാണ് 1ാം സ്ഥാനത്തെത്തിയത്. 18 മിനിറ്റ് 1 സെക്കൻഡിൽ റീബ ഓടിയെത്തി. 2ാം സമ്മാനം നേടിയ നിത്യ CR 19 മിനിറ്റ് 19 സെക്കൻഡിൽ ദൂരം പൂർത്തിയാക്കി. അതുല്യ ഉദയനാണ് 3ാം സമ്മാനത്തിന് അർഹയായത്. 30 മുതൽ മുകളിലേക്കുള്ള വിഭാഗത്തിൽ 21 മിനിറ്റും 34 സെക്കൻഡും കൊണ്ട് ആശ TP 1ാം സ്ഥാനത്തെത്തി. 2ാം സ്ഥാനത്തെത്തി ജസീന 22 മിനിറ്റും 6 സെക്കൻഡിലും 3ാം സമ്മാനം നേടിയ രാജലക്ഷ്മി 25 മിനിറ്റ് 22 സെക്കൻഡിലും ദൂരം പൂർത്തിയാക്കി.
പിങ്ക് മിഡ്നൈറ്റ് റണ്ണിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനങ്ങളും വിതരണം ചെയ്തു. 24 കൊച്ചി. പിങ്ക് മിഡ്നൈറ്റ് റൺ അതിജീവനത്തിൻ്റെത് കൂടിയായിരുന്നു. 1 വർഷമായി ക്യാൻസറിനോട് പൊരുതുന്ന മരട് സ്വദേശി അജിത സ്ത്രീ മുന്നേറ്റത്തിന്റെ ഉത്തമ മാതൃകയായി. രോഗങ്ങളെ ഭയന്ന് വീടിനുള്ളിൽ ഒതുങ്ങിക്കഴിയരുതെന്ന് അജിത 24നോട് പറഞ്ഞു. ആൻമരിയ സണ്ണി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 24ന്റെ പിങ്ക് നൈറ്റ് റണ്ണിൽ ഒരു പ്രധാനപ്പെട്ട വ്യക്തിയും ഓടാനായിട്ടുണ്ടായിരുന്നു. ഇത് ആവേശകരമായിട്ട് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ഒരു ആളാണ് അജിത് ചേച്ചി. അജിത് ചേച്ചിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണെന്ന് അജിത് ചേച്ചി തന്നെ പറയും. ചേച്ചി, 1 വർഷമായിട്ട് ക്യാൻസറാണ്. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞു. 1 മാസമുള്ള ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറിൻ്റെ അനുവാദത്തോടു കൂടി ഓടുന്നു. എനിക്ക് എൻ്റെ 15ാമത്തെ മാരത്തോണാണ് എൻ്റെ ഈ അസുഖം വന്നിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് കരുതിയാണ് ഞാനിങ്ങനെ ഓടുന്നത്. എനിക്കിഷ്ടമല്ല ഇങ്ങനെ വീടിന് അടങ്ങിയിരിക്കുന്നത്. അസുഖം മുന്നേ കിടക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ എനർജി എപ്പോഴും നല്ല എല്ലാവർക്കും ഒരു കരുത്താവണം. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കുന്നത്. എന്താ സമൂഹത്തോട് പറയാനായിട്ടുള്ളത്? എല്ലാവരും, ഞാൻ പറഞ്ഞില്ലേ, ആരും അസുഖമൊന്നും പറഞ്ഞ് ഇരിക്കരുത്. വയ്യ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. എനർജിയായിട്ട് തന്നെ ഇരിക്കണം. എൻ്റെ ആഗ്രഹം അതാണ്. ഞാൻ അങ്ങനെ സർജറി കഴിഞ്ഞ് 4ാമത്തെ മാസം ഞാൻ ആദ്യമായിട്ട് ഓടിയത്. അതിലെനിക്ക് ഫസ്റ്റ് കിട്ടി. ഇനിയും നിർത്തുകയില്ല, ഇനിയും തുടർന്ന് ഈ ഓട്ടം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നും കൂടി അജിത് ചേച്ചി ഓർമ്മിക്കുകയാണ്. കൊച്ചിയിൽ നിന്ന് സ്വാതി കൃഷ്ണയ്ക്കൊപ്പം ആൻമരിയ സണി, 24. ഇനി ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി 24ന്റെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് പ്രേക്ഷകർക്കൊപ്പം ചേരുകയാണ്. തിരുവനന്തപുരത്ത് നിന്ന് അജ്മൽ ദിറാർ, കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ, ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ എന്നിവരാണ് പ്രേക്ഷകർക്കൊപ്പം ചേരുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ അജ്മൽ ദിറാറുണ്ട്. അജ്മൽ, വെരി ഗുഡ് മോർണിംഗ്. CPI സ്ഥാനാർത്ഥികളെ എന്നറിയാം എന്ന വാർത്തയുണ്ട്. മാനേജ്മെന്റുകൾക്കെതിരെ നഴ്സുമാരുടെ സമരം തുടരുകയാണ്. അങ്ങനെ തെക്കൻ കേരളത്തിൽ നിന്ന് നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. തെക്കൻ കേരളത്തിലെ ഒരു വാർത്താപ്പകൽ തുടങ്ങുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട 2 വാർത്തകളാണ് ഇന്ന് പ്രധാന ശ്രദ്ധാകേന്ദ്രങ്ങളായിട്ടുള്ളത്. അതിലൊന്നെന്ന് പറയുന്നത് നഴ്സുമാരുടെ സമരം തന്നെയാണ്. യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ അവരുടെ സമരവുമായി, അവരുടെ മറ്റ് പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഇന്നലെ സംസ്ഥാന സർക്കാർ അവരുടെ അടിസ്ഥാന ശമ്പളം 25,000 രൂപയാക്കി വർദ്ധിപ്പിച്ചുള്ള കരട് വിജ്ഞാപനം പുറത്തിറക്കിയെങ്കിലും 40,000 രൂപ എന്ന ആ ഒരു ആവശ്യത്തിൽ തന്നെ സംഘടന ഉറച്ചു നിൽക്കുകയാണ്. അവർ ഇന്നലെ ചേർന്ന അവരുടെ സംസ്ഥാന നേതൃയോഗത്തിന് ശേഷവും പിന്നീട് പുറത്ത് വാർത്താസമ്മേളനം നടത്തിയപ്പോഴും ഈ ആവശ്യം തന്നെയാണ് ഉയർത്തിക്കാണിച്ചത്. ഈ 40,000 രൂപയിലേക്ക് സംസ്ഥാന സർക്കാർ ഉടൻ എത്തണമെന്നും അതുപോലെ തന്നെ മാനേജ്മെൻറ്റുകൾക്ക് തങ്ങൾ ഉയർത്തിയ ഈ ആവശ്യത്തിൽ പൂർണ്ണ പിന്തുണയാണുള്ളതെന്നും, എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അനാവശ്യ പിടിവാശിയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിൽ സങ്കീർണമാക്കി നിർത്തുന്നതെന്നും നഴ്സസ് അസോസിയേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇന്ന് തൃശ്ശൂരിൽ വെച്ച് ഈ സ്വകാര്യ ആശുപത്രിയുടെ മാനേജ്മെൻറ്റുമാരുടെ ഒരു യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം മറ്റു സമരപരിപാടികളെക്കുറിച്ച് ആലോചിക്കുമെന്നും സംഘടന അറിയിച്ചിട്ടുണ്ട്. ഏതായാലും തിങ്കളാഴ്ച മുതൽ ഒരു സമ്പൂർണ്ണ പണിമുടക്കിലേക്ക് കൂടി സംഘടന കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ഇവരുടെ ആവശ്യത്തോട് ചേർന്ന് നിൽക്കുന്ന ആശുപത്രികളെ ഈ സമരത്തിൽ നിന്ന് ഒഴിവാക്കുകയും ഈ പണിമുടക്കിൽ നിന്ന് ഒഴിവാക്കുകയും മറ്റ് ആശുപത്രികളിൽ 40,000 രൂപ എന്ന ആവശ്യത്തിലേക്ക് അംഗീകാരം നൽകാത്ത ആശുപത്രികളിൽ ഈ അത്യാഹിത വിഭാഗത്തിലടക്കമുള്ള പണിമുടക്ക് തുടങ്ങുവാനും സംഘടന തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ഈ CPIയുടെ നേതൃയോഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരത്ത് ചേരുന്നു എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കൗൺസിൽ, സംസ്ഥാന എക്സിക്യൂട്ടീവ് എന്നിവ തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. ഇന്ന് ഈ യോഗത്തിന് ശേഷം ഇവരുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമെന്ന് കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ജില്ലാ നേതൃത്വങ്ങൾ, മണ്ഡല കമ്മിറ്റികൾ കൈമാറിയ ജില്ലാ നേതൃത്വങ്ങൾക്ക് കൈമാറിയ പട്ടിക, അതിൽ 1ലധികം പേരുണ്ടായിരുന്നു. ആ 1ലധികം പേരുകൾ പരിഗണിച്ച ശേഷം അത് സംസ്ഥാന എക്സിക്യൂട്ടീവിലേക്ക് കൈമാറുകയും സംസ്ഥാന എക്സിക്യൂട്ടീവ് ഇന്നത് ചർച്ച ചെയ്ത ശേഷമാണ് ഇന്ന് സംസ്ഥാന കൗൺസിൽ അതിന് അന്തിമ അംഗീകാരം നൽകുന്നത്. പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളുടെ സ്ഥാനാർത്ഥി പട്ടിക കൂടി നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. തൃശ്ശൂരിൽ സിറ്റിംഗ് MLA ആയിട്ടുള്ള റവന്യൂ മിനിസ്റ്റർ കെ രാജൻ അടക്കം ഒരിക്കൽ കൂടി അവസരം നൽകുമെന്ന വാർത്തകൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതുകൂടാതെ പാർട്ടിയിലെ 3 തവണ ടേം പൂർത്തിയാക്കിയ ആളുകളെ മാറ്റി നിർത്തണമെന്ന ആവശ്യം കഴിഞ്ഞ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടി പരിഗണിച്ചുകൊണ്ടാകും ഈ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് CPI പുറത്തുവിടുക. ക്രിസ്റ്റീന, ശരി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വാർത്താ സദസ്സുകൾ പങ്കുവച്ചത്. ഇനി നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ആർ അച്യുതനുണ്ട് ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, പാർലമെന്റ് സമ്മേളനം നാളെ തുടങ്ങാനിരിക്കുകയാണ്. പുതിയതായി കുറേ വിഷയങ്ങൾ കൂടി എത്തുകയാണ്. പ്രത്യേകിച്ച് ഈ മധ്യപൂർവേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ നിലപാടൊക്കെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്ന ഘട്ടം കൂടിയുണ്ട്. ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗം ചേരുന്നു കോൺഗ്രസ്. ഒപ്പം ബീഹാറിലെ ജടിലമായ രാഷ്ട്രീയ നീക്കങ്ങൾ, നിതീഷ് കുമാറിന്റെ മകന്റെ രാഷ്ട്രീയ പ്രവേശം.
തീർച്ചയായിട്ടും ഗോകുൽ, ഈ വരുന്ന ഈ ദിവസത്തിൽ പ്രധാനമായിട്ടുള്ളൊരു വാർത്ത അത് തന്നെയാണ്. കാരണം നാളെ ഈ പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കാനിരിക്കെ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം ഇന്ന് 6 മണിക്ക് ചേരുന്നുണ്ട്. കഴിഞ്ഞ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടത്തിൽ അത് ഇരുസഭകളും പ്രക്ഷുബ്ധമാവാൻ കാരണം ഇന്ത്യ-US വ്യാപാര കരാർ, അതുപോലെ തന്നെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ MM നരവണയുടെ പുസ്തകമടക്കം രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിക്കുകയും തുടർന്ന് ഭരണ പ്രതിപക്ഷങ്ങൾ ഏറ്റുമുട്ടുന്നതായിരുന്നു ഈ ബജറ്റ് സമ്മേളനത്തിന്റെ ആദ്യഘട്ടം രാജ്യം കണ്ടത്. എന്നാൽ ഈ രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ നിരവധി വിഷയങ്ങൾ ഭരണപക്ഷത്തിന് പ്രതികൂലമായി തന്നെ മുന്നിലുണ്ട്. അതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ പശ്ചിമേഷ്യൻ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് സംബന്ധിച്ച കാര്യങ്ങളിൽ കോൺഗ്രസ് ഇതിനോടകം തന്നെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അമേരിക്കയുടെ അനുമതി നൽകിയ ആ ഒരു വാർത്ത, അത് സംബന്ധിച്ചും കോൺഗ്രസ് ഭരണപക്ഷത്തിനെതിരെ BJPക്കെതിരെ രംഗത്തെത്തിയതാണ്. എന്തായാലും ഇന്ന് ഈ പാർലമെന്ററി പാർട്ടി യോഗം 6 മണിക്കാണ് ചേരുന്നത്. സോണിയാഗാന്ധിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കും. പ്രധാനമായിട്ടും ഈ രണ്ടാം ഘട്ടത്തിൽ എന്താണ് പാർട്ടി സ്വീകരിക്കേണ്ട നയം, ഒപ്പം തന്നെ ഏത് വിഷയം ഉയർത്തി ഭരണപക്ഷത്തെ പ്രതിരോധിക്കണം തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ചർച്ച ചെയ്യുക. അതിൽ സ്പീക്കറിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഉൾപ്പെടെയുള്ളതാണ് പ്രധാന അജണ്ടയായി വരുന്നത്. ഒപ്പം തന്നെ ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതിനി സഭയിൽ എങ്ങനെയാണ് ആ വിഷയം ഉയർത്തേണ്ടത്. ഒപ്പം ഇതിൽ ഏറ്റവും പുതുതായി കടന്നു വരുന്നത് ഈ പശ്ചിമേഷ്യൻ മധ്യപൂർവേഷ്യ സംഘർഷം തന്നെയാണ്. അതിൽ എന്തായിരിക്കണം കോൺഗ്രസ് സ്വീകരിക്കേണ്ട നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ച ചെയ്യുക. ഇന്നത്തെ യോഗത്തിലെടുക്കുന്ന തീരുമാനമായിരിക്കും ഇരു സഭകളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന നയം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ആ യോഗം ഇന്ന് 6 മണിക്ക് ചേരാനായി ഇരിക്കുകയാണ്. ഒപ്പം തന്നെ മറ്റൊന്ന് ബീഹാർ രാഷ്ട്രീയം സംബന്ധിച്ചാണ്. ബീഹാർ രാഷ്ട്രീയത്തിൽ മറ്റൊരു നേതാവിന്റെ ഉദയം എന്നുകൂടി വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ കഴിയും. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകൻ ഇന്ന് പാർട്ടി അംഗത്വം സ്വീകരിക്കുകയാണ്. നിഷാന്ത് കുമാർ ഇന്ന് രാവിലെ പട്നയിലെ പാർട്ടി ആസ്ഥാനത്തെത്തിയായിരിക്കും ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് അംഗത്വം സ്വീകരിക്കുക. ഒപ്പം തന്നെ അദ്ദേഹം ഈ അംഗത്വം സ്വീകരിച്ചതിന് ശേഷം അവിടുത്തെ സംസ്ഥാന പര്യടനം നടത്തുന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഈ ആലോചനയിലുണ്ട്. സംസ്ഥാന പര്യടനം നടത്തും എന്ന കാര്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നുണ്ട്. എന്തായാലും ഉപമുഖ്യമന്ത്രി പദത്തിൽ ഒന്ന് നിഷാന്ത് കുമാറിന് നൽകിയേക്കും എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. ഒപ്പം മുഖ്യമന്ത്രി പദം BJPയിലേക്ക് പോകുന്നു എന്നതാണ് രാഷ്ട്രീയമായി ഈ സംഭവ വികാസങ്ങളെ വിലയിരുത്തുമ്പോൾ ഏറെ പ്രധാനപ്പെട്ടത്. അങ്ങനെ ബീഹാറിലെ മുഖ്യമന്ത്രി പദം BJPയിലേക്ക് പോകുന്നു. എന്തായാലും ആരാണ് മുഖ്യമന്ത്രി ആവുക എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും നിലവിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ബീഹാർ കേന്ദ്രീകരിച്ച് നടക്കുകയാണ്. ഗോകുൽ, ക്രിസ്റ്റിന. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്നുള്ള വാർത്താ സാധ്യതകൾ പങ്കുവച്ചത്. ഡൽഹി മെട്രോയുടെ പുതിയ 2 റൂട്ടുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിക്കും. പിങ്ക് ലൈനിലെ മജ്ലിസ് പാർക്ക് മോജ്പൂർ ബാബർപൂരും മജന്ത ലൈനിലെ ദീപാലി ചൌക്ക് മജ്ലിസ് പാർക്ക് റൂട്ടുകളുമാണ് നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഇരു റൂട്ടുകളും ഡൽഹി മെട്രോ 4ാം ഘട്ട വികസനത്തിന്റെ ഭാഗമാണ്. വികസന ഫേസ് 5A കീഴിൽ പുതിയ 3 റൂട്ടുകൾക്ക് പ്രധാനമന്ത്രി തറക്കല്ലിടും. 18,300 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഇനി മധ്യകേരളത്തിലെ വാർത്തകളുടെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിപിൻ C. വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയിലേക്ക് സർക്കാർ നാമനിർദ്ദേശം ചെയ്ത AV ഗോപിനാഥ്, AU ഷിനിജ എന്നിവരുടെ സത്യപ്രതിജ്ഞ ഇന്നാണല്ലോ. ഇതടക്കം നമ്മൾ എന്തൊക്കെ വാർത്തകളാണ് ഇന്ന് മധ്യകേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗോകുൽ, ക്രിസ്റ്റീന. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർമാനായി AV ഗോപിനാഥ് എത്തുകയാണ്. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. സർക്കാർ നാമനിർദ്ദേശം ചെയ്തത് 2 പേരെയാണ്. AV ഗോപിനാഥ്, ഒപ്പം തന്നെ AU ഷിനിജ എന്നീ 2 പേരെയാണ് സർക്കാർ നാമനിർദ്ദേശം ചെയ്തത്. ഇവരുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് 10:15 കൂടി വൈഷ്ണവ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുക. ദേവസ്വം കമ്മീഷണർ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും. അവർ ആദ്യം ഇവരെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് വായിക്കുന്നു. അതിനുശേഷം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ടാണ് ഈ ഒരു 2 പേര് കൂടി ഈ ചെയർമാൻ സ്ഥാനത്തേക്കും ഒപ്പം തന്നെ ഷിനിജയെ ഭരണസമിതിയിലേക്കും എടുത്തുകൊണ്ടുള്ള മറ്റ് ചടങ്ങുകളെല്ലാം തന്നെ നടക്കുക. ഈ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി AV ഗോപിനാഥ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് തൊട്ടുപുറകെയാണ് ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനായി നിയമിക്കാനുള്ള ഉത്തരവ് എത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ MLA ആയിരുന്നു AV ഗോപിനാഥ്. അതിനുശേഷം കോൺഗ്രസുമായി ഇടയുകയും
പുറത്തു വരികയും ചെയ്തു. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. അത് CPM-ഉമായിട്ടും LDF-ഉമായിട്ടും ചേർന്ന് നിന്ന് ഒരു സഖ്യം പോലെ തന്നെയാണ് മത്സരിച്ചതെന്നുണ്ടെങ്കിലും അദ്ദേഹം പരാജയപ്പെടുകയും അതിനുശേഷം ചെറിയ നീരസമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുമായിട്ടുള്ള കൂടിക്കാഴ്ച നടക്കുന്നു. അതിനുശേഷം ഇപ്പോൾ ദേവസ്വം ബോർഡ് ചെയർമാനായി അദ്ദേഹം ഇന്ന് അധികാരമേൽക്കുകയുമാണ്. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത. മറ്റൊന്നുള്ളത് CPI-യുടെ നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിന്റെ അലയൊലികൾ കൊച്ചി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാവും. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ മണ്ഡലത്തിൽ CPI ആണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ടത്. അപ്പോൾ CPI-യുടെ ആരായിരിക്കും അവിടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഇപ്പോഴും ഒരു സസ്പെൻസായി തുടരുകയാണ്. പ്രതിപക്ഷ നേതാവിന് ഒത്ത കരുത്തനായ ആരായിരിക്കും എത്തുക എന്നുള്ളത് കൂടി ഇന്നത്തെ പ്രധാന വാർത്തകളിൽ ഒന്നായി മാറും. ക്രിസ്റ്റീന, ഗോകുൽ. ശരി, വിപിൻ C. വിജയനാണ് മധ്യകേരളത്തിലുള്ള വാർത്തകളുടെ വിവരങ്ങൾ പങ്കുവച്ചത്. കണ്ണൂർ DAC സെന്ററിലെ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ഗ്രൗണ്ടിൽ 72 അടി ഉയരമുള്ള കൂറ്റൻ ദേശീയ പതാക സ്ഥാപിച്ചു. ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടെയാണ് പതാക സ്ഥാപിച്ചത്. ദേശീയ പതാക അഭിമാനത്തോടെ പ്രദർശിപ്പിക്കാനും പൗരന്മാരിൽ രാജ്യസ്നേഹം വളർത്താനും ലക്ഷ്യമിട്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. സൈനിക, സിവിൽ ഉദ്യോഗസ്ഥർ, മുൻ സൈനികർ, വിദ്യാർത്ഥികൾ, പ്രാദേശിക ജനപ്രതിനിധികൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. നവീൻ ജിണ്ടാൽ നേതൃത്വം നൽകുന്ന ഫ്ലാഗ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ഇതുവരെ രാജ്യത്തുടനീളം 180 കൂറ്റൻ ദേശീയ പതാകകൾ സ്ഥാപിച്ചിട്ടുണ്ട്. കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ. T20 ലോകകപ്പിൽ കിരീടം ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ ഇന്നിറങ്ങും. രാത്രി 7-ന് അഹമ്മദാബാദിൽ നടക്കുന്ന മത്സരത്തിൽ ന്യൂസിലൻഡാണ് എതിരാളികൾ. മലയാളി താരം സഞ്ജു സാംസൺ ഇന്നും മിന്നും പ്രകടനം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. അഹമ്മദാബാദിൽ നിന്ന് അനിൽ വാസുദേവ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2020 ലോകകപ്പ് ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ടീമും തുടർച്ചയായി ചാമ്പ്യന്മാരായിട്ടില്ല. ഒരു ടീമും സ്വന്തം നാട്ടിൽ കപ്പടിച്ചിട്ടുമില്ല. തുടർച്ചയായി കിരീടം നേടിയവരായിട്ടും ആരുമില്ല. ചരിത്രത്തിന്റെ പടവുകൾ താണ്ടാൻ ടീം ഇന്ത്യ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നിറങ്ങും. ഫൈനലിലും സഞ്ജു ഷോ പ്രതീക്ഷിക്കുകയാണ് ആരാധകർ. കൊൽക്കത്തയിലും വാങ്കഡയിലും തകർത്തടിച്ച കളിയിലെ താരമായ സഞ്ജു ഫൈനലിലും മിന്നിക്കുമെന്ന് കരുതാം. രണ്ട് ഒന്നാം നമ്പറുകാരുടെ ഫോം ഔട്ടാണ് ടീം ഇന്ത്യക്ക് തലവേദനയായുള്ളത്. ബാറ്റർമാരിലെ ഒന്നാം റാങ്കുകാരനായ അഭിഷേക് ശർമ്മയും ബൗളേഴ്സിലെ ഒന്നാം റാങ്കുകാരനായ വരുൺ ചക്രവർത്തിയുടെയും. പക്ഷേ ഫൈനൽ 11-ൽ മാറ്റമുണ്ടാകില്ലെന്ന സൂചന തന്നെയാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് നൽകുന്നത്. കന്നിക്കപ്പിൽ കണ്ണുവെച്ചാണ് കിവീസിന്റെ വരവ്. ഫിന്നലിനും സേഫേർട്ടും നൽകുന്ന ഉജ്ജ്വല തുടക്കമാണ് ടീമിന്റെ കരുത്ത്. 2020 ലോകകപ്പിൽ 3 മത്സരങ്ങളും ഇന്ത്യക്കെതിരെ ജയിച്ചെന്നതും കിവീസിന്റെ ആത്മവിശ്വാസം കൂട്ടും. നമ്മുടെ താരങ്ങളുടെ പ്രകടനത്തിനും കിവീസിന്റെ കരുത്തിനുമപ്പുറം ഇന്ത്യൻ ആരാധകർ ആശങ്കപ്പെടുന്ന മറ്റൊന്നുണ്ട്. മത്സരം നടക്കുന്നത് അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ എന്നതാണ്. ഇതിന് കാരണം സമീപകാലത്ത് ICC ടൂർണമെന്റുകളിൽ ഇന്ത്യ തോറ്റത് 2 മത്സരങ്ങളാണ്. ആ 2 മത്സരങ്ങൾ നടന്നത് ഇതേ സ്റ്റേഡിയത്തിൽ എന്നതാണ്. പക്ഷേ എപ്പോഴൊക്കെ ഒരു മലയാളി ടീമിലുണ്ടോ അന്നൊക്കെ ടീം ഇന്ത്യ കപ്പടിച്ചിട്ടുണ്ടെന്ന മറ്റൊരു അന്ധവിശ്വാസം കൂടിയുണ്ട്. സഞ്ജു കൂടെയുള്ളപ്പോൾ എന്തായാലും ആ അന്ധവിശ്വാസത്തിനായിരിക്കും ഇന്ത്യൻ ആരാധകർ, മലയാളി ആരാധകർ കൂടുതൽ മുൻതൂക്കം നൽകുക. അഹമ്മദാബാദിൽ നിന്ന് വരുണിനൊപ്പം അനിൽ വാസുദേവ്, 24. ഈ വർഷത്തെ ഡോക്ടർ APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ നാരി പുരസ്കാർ 24 ചീഫ് സബ് എഡിറ്റർ പ്രവിത ലക്ഷ്മിക്ക് മാധ്യമ മേഖലയിൽ മികവ് തെളിയിച്ചതിനാണ് പുരസ്കാരം. ഇന്ന് കൊച്ചിയിൽ പുരസ്കാരം സമ്മാനിക്കും. ചെല്ലാനത്തുകാരുടെ ജീവിതത്തിന് സുരക്ഷയേകി ചെല്ലാനം തീരദേശ സംരക്ഷണ പദ്ധതിയുടെ 2ാം ഘട്ട ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചു. 6 കിലോമീറ്റർ നീളത്തിൽ സംരക്ഷണ പാത ഒരുക്കും. 404 കോടി രൂപയാണ് 2ാം ഘട്ട പദ്ധതിക്കായി കിഫ്ബിയിൽ നിന്ന് അനുവദിച്ചിരിക്കുന്നത്. ചെല്ലാനം
ചെല്ലാനത്തുകാരുടെ മുഖത്ത് ചെറുതല്ലാത്ത പുഞ്ചിരിയുണ്ട്. വർഷങ്ങളായി അനുഭവിച്ച ദുരിതം മാറിയിരിക്കുന്നു. ചെല്ലാനം തീരദേശ സംരക്ഷണത്തിന്റെ 1ാം ഘട്ടം അത്ര വലിയ സുരക്ഷയാണ് നാട്ടുകാർക്ക് സമ്മാനിച്ചത്. ഒപ്പം ടൂറിസം സാധ്യത കൂടി അവിടെ വളർന്നുകഴിഞ്ഞു. 2ാം ഘട്ടത്തിന്റെ ഉദ്ഘാടനവും 6 കിലോമീറ്റർ നീളുന്ന കടൽഭിത്തി നിർമ്മാണത്തിന്റെ തുടക്കവും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജനവിഭാഗങ്ങളും വികസനത്തിന്റെ സ്വാദറിയുകയാണ്. അതാണ് നാം പറയുന്ന നവകേരളം. ആ നവകേരളം ഒരു സങ്കല്പമല്ല, അത് യാഥാർത്ഥ്യമാക്കാനാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും ആ കാര്യത്തിന് വലിയ പിന്തുണയാണ് ഇതേവരെ നൽകിയിട്ടുള്ളത്. പുത്തൻതോട് മുതൽ മനാശ്ശേരി ഫിഷിംഗ് ഗ്യാപ്പ് വരെയുള്ള 6 കിലോമീറ്ററാണ് 2ാം ഘട്ട ടെട്രോപോഡ് കടൽഭിത്തി നിർമ്മിക്കുന്നത്. ഇത് പൂർത്തിയാകുന്നതോടെ ചെല്ലാനം പഞ്ചായത്ത് കടലാക്രമണത്തിൽ നിന്ന് പൂർണ്ണമായും സംരക്ഷിക്കപ്പെടും. ഇതിനായി സംസ്ഥാന സർക്കാർ 404 കോടിയുടെ ഭരണാനുമതിയാണ് കിഫ്ബിയിലൂടെ നൽകിയത്. 24 കൊച്ചി. നിർധനർക്ക് കൈത്താങ്ങായി 24 കണക്ട് വഴി ലുലു ഗ്രൂപ്പ് നിർമ്മിക്കുന്ന തൃശൂർ ജില്ലയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. തൃപ്രയാർ സ്വദേശിയായ ജാസ്മിനും കുടുംബത്തിനുമാണ് വീടൊരുങ്ങുന്നത്. ചോർന്നൊലിച്ച കൂര, അതിൽ ഒറ്റമുറിയിലായിരുന്നു ജാസ്മിനും 2 ആൺമക്കളും കഴിഞ്ഞിരുന്നത്. അടുക്കളയടക്കം ഓടുമേഞ്ഞ ആ വീടിന്റെ എല്ലാ ഭാഗവും നിലം പൊത്താറായിരുന്നു. അവർക്കാണ് 24 കണക്കിലൂടെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം.എ. യൂസഫലിയുടെ കൈത്താങ്ങ്. കൂലിപ്പണിയെടുത്താണ് ജാസ്മിൻ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭർത്താവ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു. ഈ വീട് ആകെ പൊളിഞ്ഞ് ചോർന്ന് ആകെ ഇതായിട്ട് കിടക്കണം. ഞങ്ങൾക്ക് ഭക്ഷണം വെക്കാൻ പോലും ഇവിടെ താമസിക്കാൻ പറ്റിയിരുന്നുണ്ടായിരുന്നില്ല. സാറ് ഞങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് ചെയ്തു തന്നിട്ടുള്ളത്. വീടില്ലാത്ത ഒരു വിഷമപ്പ് തീർന്നു. 4 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ചുമതലയുള്ള അസറ്റ് ഹോംസ് ടീമിന്റെ തീരുമാനം. ചടങ്ങിൽ അസറ്റ് ഹോംസ് നോർത്ത് സോൺ ചീഫ് സന്തോഷ് ടി, 24 കണക്ട് ടീം അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. 24 തൃശൂർ. അപകടത്തിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട കോഴിക്കോട് പെരുവയൽ ചെറുകുളത്തൂർ സ്വദേശി ഡോക്ടർ ആതിര സുഗതൻ സിവിൽ സർവീസ് പരീക്ഷയിൽ 483ാം റാങ്ക് നേടിയത് മലയാളികൾക്കാകെ അഭിമാനമാണ്. ആതിരയുടെ മിന്നും വിജയത്തിന് പിന്നിൽ മറ്റൊരു പെൺകരുത്തുകൂടിയുണ്ട്. ചേച്ചിയുടെ മാലാഖിയായി മാറിയ അനിയത്തിയെക്കുറിച്ചാണ് ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത്. ചേച്ചിക്കായി സ്വന്തം ഇഷ്ടങ്ങൾ മറന്ന പെൺകുട്ടി, സഹോദര സ്നേഹത്തിന്റെ ഉത്തമ മാതൃക. അനഘ സുഗതൻ, ചേച്ചിയുടെ മാലാഖ. (2016) അനഘ 2ാം വർഷ BSc സൈക്കോളജിക്ക് പഠിക്കുന്ന കാലം. ബംഗളൂരുവിൽ BDSന് പഠിക്കുന്ന ചേച്ചി ആതിര സുഗതന് അവിടെ വെച്ചുണ്ടായ അപകടത്തിൽ ഗുരുതരമായി പരിക്കേൽക്കുന്നു. അരയ്ക്ക് താഴോട്ട് ചലനശേഷി നഷ്ടപ്പെട്ട ചേച്ചിക്ക് എപ്പോഴും ഒരാളുടെ സഹായം വേണമായിരുന്നു. അങ്ങനെ അനഘ സൈക്കോളജി പഠനം ഉപേക്ഷിച്ച് നഴ്സിംഗ് പഠനം ആരംഭിച്ചു. എന്തിനും ഏതിനും കൈത്താങ്ങായി അന്നു മുതൽ കൂടെയുണ്ട്. എനിക്ക് സൈക്കോളജി എടുത്ത് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പിന്നെ 2016 ചേച്ചിക്ക് ആക്സിഡൻറ്റ് പറ്റുന്നത്. ആ ടൈമിൽ ഞാൻ BC സൈക്കോളജി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചിക്ക് കുറച്ചും കൂടി ഒരു കെയർ കൊടുക്കണമെങ്കിൽ നേഴ്സായാലും കുറച്ചും കൂടി കെയർ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഇനി കത്തീറ്റർ ഇടാനാണെങ്കിലും പൊസിഷൻ ചേഞ്ച് ചെയ്യാനാണെങ്കിലും അങ്ങനെ കുറേ കാര്യത്തിന് ചേച്ചിക്ക് കെയർ കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടാണ് നഴ്സിംഗ് അടുത്ത് ഞാൻ മാറുന്നത്. സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടിയ ഡോക്ടർ ആതിരയ്ക്ക് ആ സന്തോഷത്തോടൊപ്പം ചേർത്ത് വെക്കാനുള്ള പേര് അനിയത്തിയുടേതാണ്. ഡിപ്രഷൻ അതിലേക്ക് ഒരിക്കലും എൻ്റെ അമ്മ വീഴാൻ സമ്മതിച്ചിട്ടില്ല. കാരണം എൻ്റെ കൂടെ എല്ലാ സാഹചര്യത്തിനും എൻ്റെ കൂടെ ആളുണ്ടായിരുന്നു. എൻ്റെ ഒരു അമ്മേൻ്റെ സ്ഥാനത്ത് നിന്ന് കൂടി എന്നെ ആൾ നോക്കിയിട്ടുണ്ട്. IAS-കാരിയാകണമെന്നാണ് ആതിരയുടെ ആഗ്രഹം. അതിനുള്ള പരിശ്രമങ്ങൾക്ക് പിന്തുണയുമായി അനഘയും ഒപ്പമുണ്ട്. ചേച്ചിയുടെ ജീവിതയാത്രയിൽ വെളിച്ചം പകർന്നുകൊണ്ട് എന്നും ഈ അനിയത്തിക്കുട്ടി ഉണ്ടാകും. സ്നേഹം പങ്കുവെച്ച് സന്തോഷത്തോടെ. ക്യാമറാമാൻ രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം വർഷ ഗിരീഷ്, 24 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ മണ്ഡലമായ ധർമ്മടത്ത് വികസനത്തിന് കൈകോർത്തവർ ഇന്ന് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. കണ്ണൂർ അഞ്ചരക്കണ്ടി
പടിവിലായി കീഴല്ലൂർ വില്ലേജുകളിലെ കിൻഫ്ര പാർക്കിനായി സ്വന്തം മണ്ണ് വിട്ടു നൽകിയ 500ഓളം കുടുംബങ്ങൾ മാസങ്ങളായി പ്രതിസന്ധിയിലാണ്. നഷ്ടപരിഹാര തുക ഉടൻ നൽകുമെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടും രേഖകൾ നൽകി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും നടപടിയില്ല. രണ്ടായിരത്തി 19 കണ്ണൂരിലെ കിൻഫ്ര വ്യവസായ പാർക്കിനായി സർക്കാർ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. 1342 പേരിൽ നിന്നായി 500 ഏക്കർ ഭൂമി ഏറ്റെടുത്തു. 1076 കോടി രൂപയാണ് ഇതിനായി വകയിരുത്തിയത്. എന്നാൽ ഇതിൽ 500ഓളം കുടുംബങ്ങൾക്ക് ഇന്നും നയാ പൈസ ലഭിച്ചിട്ടില്ല. കീഴല്ലൂർ, മുരിങ്ങേരി പ്രദേശങ്ങളിലെ പല കുടുംബങ്ങൾ ഇപ്പോൾ വാടക വീടുകളിലും ബന്ധുവീടുകളിലുമായി ദുരിതമനുഭവിക്കുകയാണ്. പനയത്തുംപറമ്പ് സ്വദേശി ഉഷയുടെ ജീവിതം ഇതിനൊരു നേർസാക്ഷ്യമാണ്. ഉഷയുടെ 30 സെന്റ് സ്ഥലമാണ് സർക്കാർ ഏറ്റെടുത്തത്. 50 ലക്ഷത്തോളം രൂപ നഷ്ടപരിഹാരമായി ലഭിക്കാനുണ്ട്. 7 വർഷം മുൻപ് സ്ട്രോക്ക് ബാധിച്ച് സംസാരശേഷി നഷ്ടപ്പെട്ട ഭർത്താവിനൊപ്പം ഒരു ബന്ധുവിന്റെ വീട്ടിലാണ് ഉഷ ഇപ്പോൾ കഴിയുന്നത്. 2 വർഷമായി. നമ്മളത് അറിയുന്നതുകൊണ്ട് അവര് വേറെ നടപടിയൊന്നും എടുത്തില്ല. എടുക്കും ഇങ്ങനെ പറയുന്നുണ്ട്. ഇനി ഇതിങ്ങനെ പോകുന്നുണ്ടല്ലോ, അന്നേരം അടക്കാം. പക്ഷെ ഇനിയും ഇങ്ങനെ നീണ്ടു പോകുന്നതാണെങ്കിൽ കഴിയൂല ജീവിക്കാൻ. ഉഷയെപ്പോലെ 100 കണക്കിന് ആളുകളാണ് സമാനമായ അവസ്ഥയിലൂടെ കടന്നുപോകുന്നത്. ഷൈനിയുടെ വീട് ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന അവസ്ഥയിലാണ്. 45 സെന്റ് സ്ഥലം വിട്ടു നൽകിയ വകയിൽ ലഭിക്കേണ്ട തുക കിട്ടിയാൽ ഒരു പുതിയ കൂര കിട്ടാമെന്നായിരുന്നു ഷൈനിയുടെ പ്രതീക്ഷ. എന്നാൽ അടുത്ത മഴക്കാലത്തിന് മുൻപേ ആ സ്വപ്നം സഫലമാകുമോ എന്ന ആശങ്കയിലാണ് ഈ കുടുംബം. പുതിയ വീട് എടുക്കുന്നുണ്ട്. പാതി വഴിയിലാണ് ഇപ്പോൾ ഉള്ളത്. $14 ലക്ഷം ഉറുപ്പിക ലോണ് കിടക്കുന്നുണ്ട്. ഇത് എത്രയും പെട്ടെന്ന് കിട്ടിയെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ അതിനുള്ളിൽ തന്നെ നമ്മൾ അവസാനിക്കും. 2023 തന്നെ മട്ടന്നൂർ തഹസിൽദാരുടെ അക്കൗണ്ടിലേക്ക് നഷ്ടപരിഹാരത്തിനുള്ള തുക എത്തിയെന്നാണ് സർക്കാർ മറുപടി. എന്നാൽ ഈ തുക മറ്റ് ആവശ്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിച്ചെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അത് നമ്മൾ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ അവർ തന്ന മറുപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബാക്കി കൊടുക്കാനുള്ള പൈസ സ്പെഷ്യൽ തഹസിൽദാരുടെ അക്കൗണ്ടിലുണ്ട്, പക്ഷേ സർക്കാർ അനുവദിച്ചിട്ടില്ല, എടുക്കാൻ അനുവദിച്ചില്ല എന്നാണ് പറയുന്നത്. ഇത് വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചതിൻ്റെ ലിസ്റ്റാണ്. ഭൂമി ഏറ്റെടുക്കുമ്പോൾ നൽകുന്ന ആവേശകരമായ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ഇനിയും വൈകരുത്. സ്വന്തം മണ്ണ് വിട്ടു നൽകിയ ഈ മനുഷ്യരുടെ കണ്ണീരിന് മറുപടി നൽകേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. കണ്ണൂരിൽ നിന്നും രജീഷ് കരിവള്ളൂരിനൊപ്പം അജീഷ് ജയകുമാർ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.